ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിത് വിഷു ഷൂട്ട് എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആദ്യം പോയി നമ്മൾ ചെയ്യുന്നത് കണിക്കുന്ന വലിക്കലാണ് ഗൈസ്. അത് വലിയ ടാസ്ക് ആയിരുന്നു, പക്ഷേ ആതിരയ്ക്കൊക്കെ അത് നിസ്സാരമായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വീട്ടവിടെയാണ് ഷൂട്ട് എടുക്കാൻ പോയത്. അവിടെ ഒരു വലിയൊരു ആൽമരമുണ്ട്, നല്ല രസമാണ് അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആദ്യം കുറേ ചെയ്തു ഗൈസ്. അതിന് ശേഷം ആദ്യത്തെ ചേച്ചിൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കുറേ എടുത്തു ഗൈസ്. അതിന് ശേഷം ആതിര കൃഷ്ണനെ എടുത്തിട്ട് എൻ്റെ ഷോളിനെ എടുത്തിട്ട് അവിടെ നിന്ന് നടന്നു പോകണ രംഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഒരു ഇതും ഇല്ലാണ്ട് എന്താ കാണിക്കണം എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് ചാച്ചൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനിരിക്കെ വീട്ടിലെത്തുന്ന സമയത്ത് കുഞ്ഞൂട്ടൻ ദേഷ്യപ്പെട്ടിട്ടിരിക്കുകയാണ്. കുഞ്ഞൂട്ടനെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോകാത്തതിൻ്റെ ദേഷ്യം. പിന്നെ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വെച്ച് കുടിച്ചു ഗൈസ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചിക്കൻ കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരലും ഞാൻ അവൾക്ക് വാരി കൊടുക്കലും അങ്ങനെ ഒന്നൊന്നര സീന് അടുക്കളയിൽ കഴിഞ്ഞു ഗൈസ്. കുറച്ച് നേരം കഴിഞ്ഞതും അമ്മ വന്നു. അമ്മ റെഡിയായി പരിപാടിക്ക് പോകണം. അപ്പോൾ അമ്മൻ്റെ വക ഒരു ഹായ് ബൈ പറഞ്ഞു. പിന്നെ ഞാൻ ആതിര പാവ എനിക്ക് ഉണ്ടാക്കി തന്നില്ലേ പറഞ്ഞാൽ അവൾക്ക് ഞാൻ വാരി കൊടുത്തു ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ദോശയും ചിക്കനും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഗൈസ്. പിന്നെ കുഞ്ഞൂട്ടൻ ദേഷ്യം വന്നിട്ട് കുറേ നേരം മിണ്ടാടിയിരുന്നു. പിന്നെ അതിന് ശേഷം സെറ്റായി. ഞങ്ങൾ ആ കുറച്ച് നേരം നോക്കിയത്. പിന്നെ ഉച്ചയ്ക്ക് അമ്മ വന്ന ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇവരാരും ഞങ്ങളെ സമ്മതിച്ചില്ല ഗൈസ്. അങ്ങനെ കഷ്ടപ്പെട്ട് എന്തൊക്കെയോ കാണിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു ഗൈസ്. പിന്നെ ഞങ്ങൾ സമയമായപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. എന്നെ കൊണ്ടുവന്ന് ആതിര കൊഴിഞ്ഞാമ്പറയിൽ വിസിറ്റ് വിടാൻ പറഞ്ഞിട്ട് വരുന്ന സമയത്ത് സുജി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി അവിടെ കൊഴിഞ്ഞാമ്പറയിൽ ഉണ്ട് പറഞ്ഞു. ശരി, നമ്മൾ എന്തായാലും പോയിട്ട് എല്ലാവരും കൂടി നല്ല ചൂടുമല്ലേ, ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ജ്യൂസ് കുടിക്കലായിരുന്നു ആക്ച്വലി ഉള്ള പ്ലാനിങ്. അതിനുശേഷം ഇവർ സംസാരിച്ച് അത് മന്തിയിലോട്ടായി. ഇപ്പോൾ റീസെൻ്റായിട്ട് വെറുതെ മന്തി കഴിക്കൽ അതൊരു ചടങ്ങായി കഴിഞ്ഞു ഗൈസ്. അതാണ് സത്യത്തിൽ. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായിട്ട് സയറ റെസ്റ്റോറൻറ്റ്സിലാണ് പോയി മന്തി കഴിക്കുക കൊഴിഞ്ഞാമ്പറയിൽ. അവിടെ പോയത് ഫോൺ യൂസ് ചെയ്തിരിക്കൽ, അതാണ് മെയിൻ പരിപാടി. കാരണം അവൻ്റെ ഐഫോണാണ്. അപ്പോൾ ഓരോ പൊസിഷനിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുക, ഓരോന്ന് കാണിക്കുക. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഡിലേ ആയിരുന്നു മന്തി കിട്ടെ. അങ്ങനെ ഒരു 3/4 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് മന്തിയൊക്കെ കിട്ടി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സുജിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഥയും പറഞ്ഞിട്ട് ഇറങ്ങി ഗൈസ്. പിന്നീട് ആതിര എന്നെ കൊണ്ടുവന്ന് സ്റ്റോപ്പിൽ വിട്ടു. പിന്നെ ഞങ്ങൾ 3 ആളും കൂടി ത്രിബിൾസൊക്കെ പോയി ഗൈസ്. അതാണ് അതിനേക്കാളും വലിയ ശോകമായിട്ടുള്ള കാര്യം. അങ്ങനെ ആദ്യം സുജി കൊണ്ടുവന്നിട്ട് എന്നെ സ്റ്റോപ്പിൽ വിട്ടിട്ട് ഞാൻ ഏട്ടൻ്റെ കൂടെ പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ.